സയൻറ്റിസം എന്ന മൂവ്മെൻ്റ് ഉണ്ട്. പക്ഷേ സയൻസ് വെച്ച് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന വാശി പിടിക്കുന്ന കാര്യമില്ല. കാരണം സയൻസ് ഡീൽസ് വിത്ത് ലോജിക്കൽ ആൻഡ് എംപിറിക്കലായ കാര്യങ്ങളാണ്. ഇത് രണ്ടും ഹ്യൂമൻ ലിമിറ്റേഷനുള്ളിൽ വരുന്നതാണ്. സയൻസ് ഒരു കാലത്ത് ഗലീലിയോ ആണ് മോഡേൺ സയൻസിൻ്റെ ഫാദർ. ഗലീലിയോ ആണ് മാത്സും എംപിറിക്കൽ എവിഡൻസും എക്സ്പെരിമെൻറ്റും സയൻസിലേക്ക് ആഡ് ചെയ്തത്. പക്ഷേ മാത്സ് സയൻസിൻ്റെ ബേസിക് ലാംഗ്വേജ് ഓഫ് സയൻസ് എന്ന് പറയുന്നത് മാത്സാണ്. നേച്ചറിൻ്റെ സീക്രറ്റ്സ് മാത്സിലാണ് പറയാനുണ്ട്. ഈവൻ തിയറിറ്റിക്കൽ ഫിസിക്സിലുള്ള എക്സ്പെരിമെൻ്റ് ഒന്നും നടക്കുന്നില്ലെങ്കിലും അവിടെയും ഇപ്പോൾ നൊബേൽ പ്രൈസിൽ കിട്ടണമെങ്കിൽ എംപിറിക്കൽ എവിഡൻസ് വേണം, അല്ലാത്തതും കൊടുക്കില്ല. ഗലീലിയോ ഇങ്ങനെ മോഡേൺ സയൻസ് ഉണ്ടാക്കുന്ന മുമ്പ് ഇൻഡ്യൂസനും ബേസിക് എക്സ്പീരിയൻസ് ചില എക്സ്പീരിയൻസ് വെച്ചാണ് സയൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അവിടെയാണ് അരിസ്റ്റോൺ തെറ്റുപറ്റിയത്. ഫ്രീ ഫോളിങ് പുള്ളി ലോജിക്കൽ റാഷണൽ തോട്ടോടെ പറഞ്ഞു. പക്ഷേ എക്സ്പെരിമെൻ്റ് ചെയ്തപ്പോൾ തിയറി അല്ലല്ലോ പ്രാക്ടിക്കൽ, തിയറിയും പ്രാക്ടിക്കലും വ്യത്യാസവും വരും. ഫിലോസഫിയുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ലോജിക്കാണ്. മാത്സ്, ലോജിക്ക്, ഫിലോസഫി ഇതെല്ലാം നോൺ സെൻസിക്കൽ അല്ലെങ്കിൽ നോൺ ഫാക്ച്വലാണ്. ഇറ്റ് എക്സിസ്റ്റ് ഇൻ തോട്ട്. അവിടെ എക്സ്പീരിയൻസ് വേണ്ട, അപ്രോറിയാണ്. സയൻസ് അങ്ങനെയല്ല, അപ്പോസ്റ്ററിയാണ്. സയൻസിൽ എക്സ്പീരിയൻസ് വേണം. അത് ഫാക്ച്വലാണ്. ഫാക്ച്വൽ പറഞ്ഞാൽ ഫാക്ട്സ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻ ആൻഡ് റീസണിങ്. ഇപ്പോൾ 1920s വിയന സർക്കിളിൽ ലോജിക്കൽ പോസിറ്റീവ്സ് ഒരു മൂവ്മെൻറ്റ് വന്നു. അതിൻ്റെ ഒരു കുഴപ്പം പറഞ്ഞാൽ അവർ എംപറിസിന് മാത്രമേ ഇമ്പോർട്ടൻസ് കൊടുക്കുള്ളൂ. ട്രാൻസ്ജെൻഡറിലായ കാര്യങ്ങൾ ഒരിക്കലും എംപിറിക്കലല്ല, മെറ്റാഫിസിക്കലായ കാര്യവും എംപിറിക്കലല്ല. അവിടെയാണ് ലോജിക് പോസിറ്റീവിൻ്റെ ലിമിറ്റേഷൻ. ഇപ്പോൾ മെയിൻലി രണ്ടിലാണ്. ഒന്ന് റാഷണൽ, ഒന്ന് പ്രൂവൺ നോളജ് എന്നും പറയും. എയ്തർ ബൈ ഇൻ്റലക്ട് ഓർ ബൈ സെൻസ്. സെൻസ് ഓർഗൻസ് സെൻസ് ചെയ്യുന്നതാണ് എംപിറിക്കൽ എവിഡൻസ്. മറ്റേത് ഇൻ്റലക്റ്റാണ്, ബൈ തോട്ടിൽ എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അരിസ്റ്റോട്ടിലെല്ലാം തോട്ടിൽ വെച്ചാണ് പറഞ്ഞത്. പക്ഷേ സയൻസിന് അതേ ലോജിക്ക് അത് ഇൻഡക്ഷനാണ്, പർട്ടിക്കുലർ ടു ജനറൽ. മാത്സിൽ ഉപയോഗിക്കുന്ന ലോജിക്ക് ഡിഡക്ഷനാണ്. പിന്നെ ഒരു ലോജിക്കൽ അബ്ഡക്ഷനാണ്, ഹൈപ്പോത്തസിസിൽ ഉപയോഗിക്കുന്നത്. ഫിലോസഫി സയൻസ് എന്ന ബ്രാഞ്ച് തന്നെ ഉണ്ട്. സ്റ്റാർട്ടിങ് അരിസ്റ്റോട്ടിലാണ്. ഫിസിക്സിൻ്റെ എടുത്ത് കഴിഞ്ഞാൽ മെയിൻലി 4 പേരാണ്. ഒന്ന് അരിസ്റ്റോട്ടിൽ, പിന്നെ ഗലീലിയോ, ന്യൂട്ടൺ, ഐൻസ്റ്റൈൻ. ഭാവിയിൽ ഫിലോസഫി ഫിസിക്സിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഐൻസ്റ്റൈൻ വാസ് മോർ എ ഫിലോസഫറായിരുന്നു, മോർ എ മാത്തമാറ്റിക്സൺ. മാത്തമാറ്റിക്കലി അപ്രോച്ച് ചെയ്തത് ന്യൂട്ടനാണ്. ഫസ്റ്റ് നടത്തുന്ന അസംപ്ഷൻ, അതിപ്പോൾ ഈവൻ മാത്സിലാണെങ്കിലും ആദ്യം ഒരു ഇൻഡ്യൂഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ലോജിക്ക് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ലോജിക്ക് അനാലിസിസ് അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം വേണം. ആ പ്ലാറ്റ്ഫോം ഉണ്ടാകുന്നത് ഇൻഡ്യൂഷനും ഇമാജിനേഷനുമാണ്. ചുരുക്കി കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ സയൻസ് എക്സ്പീരിയൻസ് ബേസ്ഡാണ്, എംപിറിക്കലാണ്, ഫാക്ച്വലാണ്, ബേസ്ഡ് ഓൺ ഒബ്സർവേഷനാണ്, ദാൻ ഓൺ റീസണിങ്. തോട്ടിൽ മാത്രം എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യമല്ല. ഇത് പറയുമ്പോൾ വേറെ കാര്യം പറയാവുന്നത്, ഇപ്പോൾ ഡെക്കാർട്ട്, ലേബിനസ്, സ്പിനോസ റാഷണലിസ്റ്റാണ്. ഇന്നേറ്റായ കാര്യങ്ങളാണ് ഡെക്കാർട്ട് പറഞ്ഞത്. അതെല്ലാം എക്സ്പീരിയൻസ് ഇല്ല. പിന്നെ എംപറിസിസം കൊണ്ടുവന്ന ലോക്കെ, ഹ്യൂം, ബെർക്ലിയാണ്. അവർ മൈൻഡ് ബ്ലാങ്ക് സ്ലേറ്റ് ആണെന്ന് പറഞ്ഞത്, ടബുലർ റാസ എന്ന് പറഞ്ഞത്. അവിടെ എക്സ്പീരിയൻസാണ് ഫുള്ള്. രണ്ടും കമ്പൈൻ ചെയ്യാണ് ഇമാനുവൽ കാന്റ് ചെയ്തത്. സയൻസിലോട്ട് ഉപയോഗിക്കുന്ന ലോജിക്കല്ല മാത്സിലും ലോജിക്കലും ഫിലോസഫിയിലും ഉപയോഗിക്കുന്നത്.
എല്ലാം എല്ലാത്തരം എല്ലാം എംപിറിക്കലാണെന്ന് നിർബന്ധിക്കുന്ന വലിയ അർത്ഥമില്ല. കാരണം മെറ്റാഫിസിക്കൽ, ട്രാൻസെൻഡൻ്റൽ, രാഷണലായ കാര്യങ്ങൾ എവിഡൻസ് ബേസ്ഡ് അല്ല. മെറ്റാഫിസിക്സിനെ വളരെ ക്രിട്ടിസൈസ് ചെയ്യുകയാണ് ഇത് ചെയ്തത്, ലോജിക്കൽ പോസിറ്റിവിസം. പക്ഷെ എല്ലാം വേണം. ഫിലോസഫി പറയുമ്പോൾ മെറ്റാഫിസിക്സ് ഉണ്ട്, ലോജിക് ഉണ്ട്, എത്തിക്സ് ഉണ്ട്, എസ്തെറ്റിക്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പോൾ പൊതുവെ എത്തീസ്റ്റുകൾ ഈ സയൻസ് വെച്ചാണ് ദൈവത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുന്നത്. പക്ഷേ അത് ശരിയായൊരു അപ്രോച്ചല്ല.